ചായ കഴിക്കാൻ വന്നിട്ടുള്ളത്. നിയാസ്കാക്ക് വേറൊരു കടയും കൂടി ഉണ്ട്, 24 എന്ന് പറഞ്ഞിട്ട്. വലിയ പുള്ളിയാ. വലിയ പുള്ളിയാ. നിയാസ്ക ഇത് എവിടെയായിട്ടാ വരുന്നതെന്ന് പറ. ഈ കട എവിടെയായിട്ടാ വരുന്നതെന്ന് പറ. നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറേണ്ടതാണ്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. ഇത്രയും നേരം ഇത്രയും ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് ഐ വാസ് നോട്ട് എക്സൈറ്റഡ് എന്നായിരുന്നു. കാരണം ലൈക്ക് എനിക്ക് ഈ ഫ്ലൈറ്റിൽ കയറുന്നു ഭയങ്കര ബോറടിക്കും. ഫ്ലൈറ്റിൽ കയറുന്ന എനിക്ക് അന്ന് വലിയ ഇഷ്ടമായില്ല, കാരണം ഇങ്ങനെ ഇരിക്കണം കുറേ നേരം. പക്ഷേ ഐ ഡോണ്ട് നോ, പക്ഷേ ഇപ്രാവശ്യം സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചത്. My sisters are so pretty, guys. ഇതാണ് സബീത, നിയാസ്കയുടെ കെട്ടിയോള്. ഇതൊന്നും പറയില്ലാന്ന് ഓർത്തില്ലേ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളിലേക്ക്, ബാക്കി എല്ലാവരും അത് അവിടെ പുറത്ത് കയറുന്നത്ര. ഞങ്ങൾ കയറി. ഇത് ആദില്, നിയാസ്കയുടെ രണ്ടാമത്തെ മൂത്ത മോന്. ഓ കുഞ്ഞാവ, വാ വാ വാ. കുഞ്ഞാവ മറ്റേ ഫാഷനിസ്റ്റ് തന്നെ ചിപ്പി. കുഞ്ഞാവ മറ്റേ മോഡൽ ഗേൾ. ഇത് നിയാസ്കയുടെ ഏറ്റവും ചെറിയ മോഡ്. സാഫിയുടെ ഔട്ട്ഫിറ്റ് ചെക്ക് തരാൻ പറഞ്ഞു. ഇതൊക്കെ വരും, ഇതൊക്കെ വരും. അപ്പം ഞങ്ങൾ ചെക്കിങ് ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ച് ഇനി ചെക്കിന് വേണ്ടി, സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി ഞങ്ങൾ പോവാണ്. അവിടെ ബോർഡിലുണ്ട്, നമുക്കത് മനസ്സിലായി. പിന്നെ സിനിമയിലൊക്കെ കുറേ കേട്ടോണ്ട് ആ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു. കുഞ്ഞാ നോക്ക്. സാധാരണ ഇന്ത്യക്കാരുണ്ട് നെട്ടും പോട്ടല്ലോ, നെട്ടും പോട്ടോ ചില്ലറ പൈസ എല്ലാം 5 കൊല്ലം മുമ്പ് മേടിച്ച കടല ഷെയർ ചെയ്യേ. ഞങ്ങൾ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ ലേറ്റ് ആയി പോയി. വേഗം വരണം പറഞ്ഞു, ഓടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫോട്ടോസ് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. കുഞ്ഞാക്ക് ഇൻസ്റ്റാഗ്രാം തൊട്ടുണ്ട്. കുഞ്ഞാടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രൊമോഷൻ കട്ട് ചെയ്ത് കുഞ്ഞാനെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ ഞങ്ങൾ ആഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ എന്താ പോവാണ് ഗൈസ്. ഈ ഫ്ലൈറ്റിലേക്ക് വേണ്ടിയാണോ നമ്മൾ ഇത്രയും ദൂരം വന്നത്? നടന്നു വന്നതിന് 2 മിനിറ്റത്തേക്ക് ഞങ്ങൾ വന്നത്. പ്രൈവറ്റ് ജെറ്റാണ് കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫ്ലൈറ്റ്, കുഞ്ഞത്. ലുക്ക് കബീർ കാസ്റ്റ് പ്രൈവറ്റ് ജെറ്റ്. വൃത്തിയില്ല ഗൈസ്. ഞങ്ങൾ ഈ ഫ്ലൈറ്റ് തുടച്ചു കൊടുത്തിട്ട് പോയാലോ വിചാരിക്കുന്നത്. കാരണം നല്ല വിൻഡോ വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. ഇല്ല, കുഴപ്പമില്ലടി കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഞങ്ങളില്ലേ ലാൻഡ് ചെയ്തിട്ട് ഫോണിൽ വെച്ച് നമ്മുടെ കണ്ണിൽ കാണുന്ന വ്യൂ കാണുന്നില്ല. ബ്ലൂ കളർ സ്കൈ വ്യൂ. സോ ഗൈസ് പറ. ഇതാണ് എയർപോർട്ട് ഗൈസ്. കുഞ്ഞിതാ ചെരുപ്പൊട്ടി. വാവ്, സ്റ്റൈലാക്കിയപ്പോഴേ എനിക്ക് ചെരുപ്പ് കൈ പിടിച്ചോ. ചെരുപ്പൊട്ടി പൊട്ടിയാ അവളെ സ്റ്റൈലുണ്ട് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്.
ഞങ്ങളപ്പോൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ചെറുത് ഇൻ ദ സെൻസ് ഭയങ്കര ചെറുതാണ്. ഞാൻ നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഉറപ്പില്ല. അതുപോലെ ഇനി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ടോക്കൺ തരും. എന്നിട്ട് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ പറയും. എന്നിട്ട് അതിന് നമ്മൾ ഡീറ്റെയിൽസും പെർമിറ്റും കാര്യങ്ങളും ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ എടുക്കണം. അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുക്കണം. എന്നിട്ടേ നമ്മളെ ഇവിടുന്ന് പുറത്തേക്ക് ആക്കുള്ളൂ എന്നല്ല, ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കും. നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് മാറ്റി സന്തോഷമാണ്. നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സ്റ്റേ ആക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മോളോട്ട് പോയിക്കൊണ്ടിരിക്കുക. കോലൊക്കെ എന്താ അയ്യോ. അപ്പൊ ഇവിടെ സ്റ്റെപ്പ് കയറിയാണ് ലഗേജ് എല്ലാം വിട്ടിട്ട്. ഇനിയിപ്പം ഞങ്ങള് വേറൊരു ദ്വീപിലേക്ക് പോവുകയാണ്. അപ്പൊ ഓരോ ജോഡി ഡ്രസ് 3 റൂമുണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു റൂമിൽ എല്ലാ ലഗേജും വെക്കുകയാണ്. എന്നിട്ട് ഞങ്ങള് ആവശ്യമുള്ള ജോഡി എടുത്തിട്ട് ഞങ്ങള് പോകും. അപ്പം ഞങ്ങൾ എന്താ പോലെ നമ്മളിപ്പം വെള്ളത്തിൽ വന്നിട്ട് അകത്തിലാണ് നമ്മളിനി ബാക്കിയുള്ള സൈറ്റ് സീയിങ് ഒക്കെ ഉള്ളത്. ഞങ്ങളിപ്പം കവരത്തിയിൽ പോകും. കവരത്തിയിൽ നിന്ന്, അതായത് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായ കവരത്തിയിലാണ് നമ്മൾ പോകുന്നത്. യൂസ് സൺസ്ക്രീൻ ഗൈസ്. അപ്പോൾ കവരത്തിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു ബോട്ടിൽ നിന്ന് ഇവിടുന്ന് 1.5 hour ട്രാവലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണം അവിടെ. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പോകണമെന്നാണ് പറഞ്ഞത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാൻ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മറ്റേ എന്തായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണ്. ഐ തിങ്ക് അകത്തിയിൽ മാത്രമേ എയർപോർട്ട് ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് മറ്റേ എന്താ കടവന്ത്ര എന്താ സ്ഥലം? കവരത്തി കടവന്ത്ര. അപ്പോൾ കവരത്തി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. കടവന്ത്ര ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ലക്ഷദ്വീപിലെ ലാംഗ്വേജിൻ്റെ പേരാണ് ജസ്സിരി. നമ്മൾ പേരെന്താന്ന് ചോദിക്കുന്നത് പേരെന്നെ. ചെറുങ്ങനെ തമിഴ് മിക്സാണ്. പറഞ്ഞേ ഞങ്ങൾക്ക് പേരെന്നെ കബീർ. ഞങ്ങൾ ആളെണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആ ബസ് അങ്ങനെയാ പറഞ്ഞത് അല്ലേ? എന്താ പിന്നെന്നാ പറഞ്ഞേ? ഉള്ളതാണോ അറിയില്ല. ഇവിടെ ആകെ ഈ ബസ് മാത്രമേ ഉള്ളൂ. ബസ്സായിട്ട് ഈ ദ്വീപിൽ ഈ ബസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആദ്യം നേരത്തെ പറഞ്ഞു. ഉറപ്പില്ല. കൺഫേം ആക്കിയിട്ട് ഞങ്ങൾ കറക്റ്റ് പറയാം. ഗൈസ്, അപ്പം നമ്മൾ കൺഫേം ആക്കി ഒറ്റൊരു ബസ്സേ ഈ ദ്വീപിലുള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കവരത്തിക്ക് പോകും. അത് ഞങ്ങൾ പോകുന്നത് വെസലിലാണ്. കപ്പലല്ല ഞാൻ ഫോട്ടോ ഇടാം വെസലിന്റെ. അതിലാ ഞങ്ങൾ പോവാ. 2 മണിക്കൂർ എടുക്കും ഇവിടുന്ന് കവരത്തിക്ക് പോകാൻ വേണ്ടിട്ട്. ബോട്ടെന്നൊക്കെ പറഞ്ഞു. കവരത്തിയില അകത്തിയില സ്പെഷ്യൽ കരിക്കാണ്. കുടിച്ചോളൂ. ഉള്ളില് ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കൂടി ഞങ്ങൾക്കും ടേസ്റ്റ് നോക്കണം. അല്ലോ എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങളിപ്പോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ കപ്പലല്ല നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് കണ്ണട വെക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മ പോകുന്ന ഷിപ്പ്, വെസൽ. സോ ലെറ്റ്സ് ഗോ ടു കവരത്തി. അപ്പോൾ നമ്മളിനി വെസലിൽ അങ്ങോട്ടേക്ക് പോവാണ്. ആക്ച്വലി നല്ല സുഖമുണ്ട് ഇപ്പം. കാരണം ഇപ്പം
ചിപ്പി എന്റെ കൂടെ ഇല്ല, ഞാനും ചിപ്പിയും ചൊടിച്ച് ചിപ്പിക്ക് സൈഡ് സെറ്റ് ചെയ്യണം, ഞാനും സൈഡ് സെറ്റ് ചെയ്യണം. സോ ഞങ്ങൾ ചൊടിച്ച് വരാം. ചിപ്പിയുടെ ബാഗ് ആഫ്റ്റർ 2 hours നമ്മൾ കവരത്തി എത്തിയിരിക്കുന്നു. കവരത്തി ദ്വീപ്. ഇവിടെ ടോട്ടൽ എത്ര ദ്വീപുകളുണ്ട്? 10. ടോട്ടൽ 10 ദ്വീപാണ് ഉള്ളത് ലക്ഷദ്വീപില്. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ഇനി ഇന്നും നാളെയും. നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. ചിലപ്പം നാളെ നിൽക്കുന്ന പറയുന്നത്, മറ്റന്നാൾ ചിലപ്പോൾ പറയും. അങ്ങനെ ഇവിടെ കറങ്ങാനിലേക്ക് ഫുഡ് വന്നു. അപ്പൊ ഇതാ ഫുഡ് വന്നു. ഞങ്ങളിപ്പാണ് ഫുഡ് കഴിക്കുന്നത്. എന്തൊക്കെയാ പറ? നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചും ചിക്കൻ കറി. അപ്പൊ ഞങ്ങള് കടല് കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പം വണ്ടി വന്നു. അപ്പൊ ഞങ്ങള് ഞങ്ങള് ഇവിടെയുള്ള റൂമിന്റെ അടുത്താണ് കടല്. നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പൊ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വരും. പറ ഞങ്ങളിപ്പോ ഇനിയാണേ പോകുന്നത്. നമ്മള് കവരത്തി ഈ സ്ഥലം കാണാൻ വേണ്ടിട്ട്, ചുറ്റിക്കറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുപോകുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അത് പിന്നെ ഞങ്ങൾ നേരത്തെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നില്ലേ, ആ സ്ഥലമാണ് അനാർക്കലി ഷൂട്ട് ചെയ്തത്. അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പൊ പോണത് എയർപോർട്ടിലാണ്. എന്താ സ്ഥലം വരുന്നത്? കവരത്തിയിലെ എയർപോർട്ടിലേക്ക്. ഇത് മാത്രം ഹെലിപാഡാണ് സംഭവം. അനാർക്കലി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ലാസ്റ്റ് പൃഥ്വിരാജിനെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്ന ആ സ്ഥലമാണ് ആ കാണുന്ന ഇത്, ഗേറ്റും ആ വഴി. നമുക്ക് ഹെലികോപ്റ്ററിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം പേഴ്സണൽ യൂസിനാണ് ഈ തോന്നുന്നത്, അല്ലാണ്ട് പിന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. ഈ എമർജൻസി യൂസിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സ് ആണത്. പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുമോ അങ്ങനെ എന്തെങ്കിലും, ആ സിനിമയിലൊക്കെ കണ്ടില്ലേ, അതേപോലെ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും അസുഖം വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അതിൽ കയറ്റിയിട്ടാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാം. ഞങ്ങളിപ്പോൾ ഒരു പയ്യന്നൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബോട്ട് കാണാൻ, ഒരു ബോട്ടല്ല ഷിപ്പ് കാണാൻ പോവാ. പഴയ ഒരു ഷിപ്പ് അല്ലേ, തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഒരു ഷിപ്പ്. അതിന്റെ കഥ എന്താന്ന് ചോദിച്ചത് ഒരാൾക്കും പറഞ്ഞു. കഥ എന്തെങ്കിലും അറിഞ്ഞാൽ ഞങ്ങളത് പറയാം. ജസ്റ്റ് നമുക്കപ്പോൾ ഷിപ്പ് കാണാം. ഇത് അഗത്തിന്ന് ഇങ്ങോട്ടേക്ക് കവരത്തിലേക്ക് വന്ന ഷിപ്പാണ്. പക്ഷെ ഇവർ വരണ്ട ഷിപ്പായിരുന്നു. പക്ഷെ ഇവർക്ക് അറിയാത്ത കാരണം അതിലേ വരേണ്ട സാധനം ഇവർ ഇതിലേ വന്നു. അതുകൊണ്ട് റൂട്ട് മാറിയിട്ട് തിരമാല അടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അടിഞ്ഞതാണ് ഈ ഷിപ്പ് ഇവിടത്തേക്ക്. ഇതൊരു 2000-ലൊക്കെ ആയിരിക്കും എന്നാണ് അവർ 24 വർഷമായി എന്നാ പറയുന്നത് ഏകദേശം. ഇന്നത്തെ കഴിഞ്ഞു. ഇന്ന് ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നാളെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നിനിപ്പം ഫുഡ് കഴിക്കലും കൂടി ഉള്ളൂ. അപ്പം ഞങ്ങൾ തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ചായക്കടി ഉണ്ട്, ധാരാവി പറഞ്ഞിട്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ടായില്ല. അവിടുത്തെ പുതിയ സപ്ലയർ ആണ്. ഒരു ഹായ് പറ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കാണിച്ചു തരുന്ന ഇത്താത്ത അല്ല, എൻ്റെ സെയിം ഏജാണ്, ജാബിറ. ഗൈസ്, ഞങ്ങൾ ബയോലുമിനസെൻസ് കണ്ടു. അങ്ങനെ അധികമൊന്നുമില്ല, എന്നാലും 1 or 2, പക്ഷെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ വെറുതെ ബീച്ചിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ വെറുതെ കറങ്ങാൻ വന്നിട്ടല്ല. നല്ല രസമുണ്ടല്ലോ.
അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബീച്ച് വഴി ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഞങ്ങള് വീട്ടിലെ ഫുഡാ ഗൈസ് കഴിക്കുന്നത്. പറച്ചിപ്പി മീൻ പൊരിച്ചതും ഇതൊന്നും വീട്ടിലൊന്നും അല്ലേ? ചപ്പാത്തി, മീൻ പൊരിച്ചതും, ചോറും ഉണ്ട്. എന്താ ചറങ്ങി മീനച്ചാർ ഇത് ഡേ 2 ആണ്. ചിപ്പിയുടെ ഫോൺ കാണാണ്ടായി. എന്താ അടച്ചോനെ കടല് കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെയും കുഞ്ഞാടെ സഫീഡിയും പിന്നെ ഗൈഡ് താത്താന്റെയും കിട്ടിയിട്ടില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം അത്. മുകളിലേക്ക് 200 സ്റ്റെപ്പ് ഉണ്ട്.